നമ്മൾ മഹാഭാരത കഥ പറഞ്ഞിട്ട് കുറച്ച് നാളായി. ഇന്ന് പോകുന്നത് കഴിഞ്ഞ സ്ഥലത്തു നിന്നും പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഈ ചാനലിൽ സ്റ്റോറി ഓഫ് എപ്പിക്സ് എന്നുള്ള പേരിൽ മഹാഭാരതത്തിൻ്റെ കഥകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ലിങ്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ശൗനക മഹർഷികൾ നടത്തുന്ന യജ്ഞത്തിൽ എത്തുന്ന ഉഗ്രശ്രവസ് എന്ന് പറയുന്ന സൂതനും ആ സൂതൻ പറയുന്നതുമാണ് ഈ കഥ. അപ്പോൾ ശൗനക മഹർഷികൾ ഉഗ്രശ്രവസിനോട് ചോദിക്കുന്നു, അല്ലയോ ഉഗ്രശ്രവസേ, ഈ ഉച്ചശ്രവസ് എന്ന് പറയുന്ന കുതിരയുടെ കഥ എന്താണ്? കാരണം ആ കുതിര കാരണമാണല്ലോ നാഗങ്ങളും ഗരുഡനും തമ്മിൽ എതിർപ്പുണ്ടാകുന്നതും ഗരുഡൻ ദേവലോകം ആക്രമിക്കുന്നതുമെല്ലാം. അപ്പം ഉഗ്രശ്രവസ് പറയുവാണ്, തീർച്ചയായിട്ടും ആ കഥ ഞാൻ പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ദുർവാസ മഹർഷി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എതിർദിശയിൽ നിന്നും വളരെ സുന്ദരികളായ കുറച്ച് യുവതികൾ നടന്നു വരും. അവരുടെ കയ്യിൽ നല്ലൊരു മാലയുണ്ട്, നല്ല മണമുള്ള ഒരു മാലയാണ്. ഈ മാല ഇവർ ദുർവാസ മഹർഷി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ബഹുമാന പുരസ്കാരം കൊടുക്കുന്നു. എന്നാൽ മഹർഷി അവർ തന്നതുകൊണ്ട് തന്നെ മാല സ്വീകരിക്കുന്നുണ്ടെങ്കിലും മഹർഷിക്ക് ഇടാൻ താല്പര്യമില്ല. കാര്യം മഹർഷി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. പെട്ടെന്ന് തന്നെ മഹർഷി ഇത് ധരിക്കാൻ ആരാണ് ഏറ്റവും യോഗ്യനെന്ന് ആലോചിക്കുന്നു. ദേവേന്ദ്രൻ്റെ പേര് മനസ്സിൽ വരുന്നു. ദേവേന്ദ്രൻ്റെ മനസ്സിൽ ധ്യാനിക്കുന്നു. മഹർഷി ധ്യാനിച്ച ഉടനെ തന്നെ ദേവേന്ദ്രൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ദുർവാസ മഹർഷി വളരെ പവർഫുള്ളായ ഒരു താപസനാണ്. അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ദേവേന്ദ്രൻ വന്ന ഉടനെ തന്നെ മഹർഷി പറഞ്ഞു, ഇതിങ്ങനെ എനിക്ക് കുറച്ച് യുവതികൾ തന്ന മാലയാണ്, വളരെ മണമുള്ള മാലയാണ്, കാണാൻ നല്ല ഭംഗിയാണ്, ഇത് ധരിക്കാനായിട്ട് ഏറ്റവും യോഗ്യനായ വ്യക്തി നീയാണ് എന്ന് പറഞ്ഞിട്ട് ഈ മാല മഹർഷി ദേവേന്ദ്രന് കൊടുക്കുന്നു. ദേവേന്ദ്രൻ ഈ മാല വാങ്ങി കഴുത്തിടുന്നതിന് മുമ്പായിട്ട് കിരീടവും ബാക്കി ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണമല്ലോ. അപ്പോൾ ഇതെല്ലാം മാറ്റി വയ്ക്കാനുള്ള ഇതിനു വേണ്ടി ഈ മാല ഐരാവതത്തിൻ്റെ പുറത്ത് വയ്ക്കുന്നു. ഈ മാല ഐരാവതത്തിൻ്റെ പുറത്ത് വെച്ചതും ചുറ്റുമുള്ള വണ്ടുകൾ ഇങ്ങനെ മണം അടിച്ച് ഈ മാലയ്ക്ക് ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടുകളുടെ സൗണ്ട് ഐരാവതത്തിന് വലിയ അലോസരം ഉണ്ടാക്കിയപ്പോൾ ആന അതിനെ ചുഴട്ടിയെടുത്ത് ദൂരെ ഒരു എറിയും. ഇത് എറിഞ്ഞു കഴിഞ്ഞ ഉടനെ ഇത് കാണുന്ന ദുർവാസാവിന് ഭയങ്കരമായി ദേഷ്യം വരുന്നു. ദുർവാസാവ് മഹർഷിക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ഭാഷയാണ്. അദ്ദേഹത്തിൻ്റെ ശാപങ്ങൾ പലതും പുരാണങ്ങളുടെ കഥകളുടെ തന്നെ ഒറിജിൻ ദുർവാസ മഹർഷിയുടെ ശാപത്തിൽ നിന്നാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോൾ ആ ഡീറ്റെയിൽസിലേക്കൊക്കെ പറയാം. അങ്ങനെ ഇത് കാണുന്ന ദുർവാസ മഹർഷി ദേഷ്യം കൊണ്ട് ദേവേന്ദ്രനെ ശപിക്കുന്നു. ഞാൻ തന്ന മാലയെ ഇങ്ങനെ അവമാനിച്ചുകൊണ്ട് നീ എന്നെ അവമാനിച്ചതിന് തുല്യമാണ്. ദേവന്മാർ ജരാനരകൾ ബാധിച്ച് വൃദ്ധന്മാരായിപ്പോട്ടെ, നിങ്ങളുടെ അമരത്വം ഇല്ലാതായിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രനെ ശപിക്കുന്നു. ദേവേന്ദ്രൻ ഞെട്ടിപ്പോയി. അപ്പോൾ മറ്റ് മഹർഷിമാരെ പോലെ എന്തെങ്കിലും പറഞ്ഞു നിൽക്കാനൊന്നും ദുർവാസ മഹർഷിയുടെ അടുത്ത് പറ്റത്തില്ല. ദുർവാസ മഹർഷിയുടെ അടുത്ത് സാഷ്ടാംഗം നമസ്കരിച്ച് ദേവേന്ദ്രൻ പറയുന്നു, പ്രഭു അറിയാതെ പറ്റിപ്പോയതാണ്, അങ്ങനെ ക്ഷമിക്കണം. കാര്യം ഇത് ഈ ദേവകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കുറേ താണ് കീണൊക്കെ പറയുമ്പോൾ ദുർവാസ മഹർഷി പറയുന്നു, എന്നാൽ ശരി, നീ ഒരു കാര്യം ചെയ്യൂ, പാലാഴി മഥനം ചെയ്ത് അമൃത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ശാപമോക്ഷം നിങ്ങൾക്കുണ്ടാകും, പിന്നെ നിങ്ങൾക്ക് ജരാതരകളൊന്നും ഉണ്ടാവില്ല, പഴയ പോലെ അമരത്വം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ ദേവേന്ദ്രൻ നന്ദി പറയുന്നു. കാരണം വേറെ ഒന്നും ചെയ്യാനായിട്ട് അവിടെ ഇല്ല. അദ്ദേഹം നേരെ പേടിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്നു. ബ്രഹ്മദേവൻ്റെ അടുത്ത് പോയി കാര്യം പറയുന്നു, അല്ലയോ ബ്രഹ്മദേവ, ഇങ്ങനെ ഒരു ശാപം കിട്ടിയിരിക്കുകയാണ്, ഇത് ദേവകളാകെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, നമ്മളിത് എങ്ങനെ സോൾവ് ചെയ്യും എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് പറയുന്നു, ഇത് ഞാൻ വിചാരിച്ചാൽ കൂട്ടിയാൽ കൂടില്ല, നമുക്ക് പരമശിവനെയും കൂട്ടിയിട്ട് നേരെ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോരാം. കാരണം ഹിന്ദു പുരാണങ്ങളിൽ 3 ത്രിമൂർത്തികളാണുള്ളത്, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ബ്രഹ്മാവ് സൃഷ്ടിയും വിഷ്ണു സ്ഥിതിയും പരമശിവൻ സംഹാരവുമാണ്. അപ്പോൾ സ്ഥിതി കറൻ്റ്ലി എക്സിസ്റ്റൻസിൻ്റെ ഒരു പ്രോബ്ലമാണല്ലോ. അങ്ങനെ സ്ഥിതി കാര്യങ്ങളൊക്കെ നോക്കുന്ന മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ഇവരെത്തിയ ഉടനെ തന്നെ മഹാവിഷ്ണു എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ദേവേന്ദ്രൻ പറയുന്നു, അല്ലയോ പ്രഭു, ഇതാണ് സംഭവം, ഇങ്ങനെ മാലയുണ്ടായി, മാല ഐരാവതത്തിൻ്റെ പുറത്ത് വെച്ചപ്പോൾ ആന അതെടുത്ത് എറിഞ്ഞു, ശാപം കിട്ടി, അങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നു. അപ്പോൾ മഹാവിഷ്ണു പറയുന്നു, ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം, നമുക്കൊരു കാര്യം ചെയ്യാം, പാലാഴി മഥനം ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ പാലാഴി എന്ന് പറയുന്ന ഒരു കടലാണ്, അത് മഥനം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. മഥനം എന്ന് വെച്ചാൽ കടയുക എന്നാണ് അർത്ഥം. ഇത് കടയാനായിട്ട് തീരുമാനിക്കുമ്പോൾ ആദ്യം വേണ്ടത് ഒരു പർവ്വതമാണ്. നമ്മൾ ഈ തൈരക കടയം നടുക്കി ഒലക്ക പോലത്തെ ഒരു സാധനം വയ്ക്കുമല്ലോ, ഒരു കോല്, അതുപോലൊരു പർവ്വതമാണ്. കാരണം ഇത് വലിയ കടലാണ് കടയേണ്ടത്. അങ്ങനെ മന്ദരപർവ്വതത്തിനെ കൊണ്ടുവരാനായി തീരുമാനിക്കുന്നു. അങ്ങനെ മന്ദരപർവ്വതത്തിനെ കൊണ്ടുവരാനായിട്ട് ആദ്യം പരമശിവൻ്റെ ഭൂതഗണങ്ങൾ പോകുന്നു മന്ദരപർവ്വതം കൊണ്ടുവരാനായിട്ട്. അവർ വിചാരിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല, മന്ദരപർവ്വതം അത്ര ടൈറ്റായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മഹാവിഷ്ണു നേരെ പറയുന്നു, അനന്തൻ്റെ അടുത്ത് പറയുന്നു, അനന്ത പോയി ആ മന്ദരപർവ്വതം കൊണ്ടുവരൂ എന്ന് പറയുന്നു. അനന്തം പോകുന്നു, പർവ്വതം കൊണ്ടുവരുന്നു. അങ്ങനെ പർവ്വതത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി.
ഇനി അടുത്ത് വേണ്ടത് ഇത് കടയാനായിട്ടുള്ളൊരു കയറാണ്. അപ്പോൾ സാധാരണ ഒരു കയറൊന്നും കൊണ്ട് ഈ പർവ്വതം കടയാനായി സാധിക്കുകയില്ല. അങ്ങനെ വാസുകിയെ കൊണ്ടുവരാനായി തീരുമാനിക്കുന്നു. കാരണം വാസുകി വലിയ പാമ്പാണ്. ഈ പാമ്പ് മഹാദേവൻ്റെ കഴുത്തിൽ വളരെ ചെറുതായിട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിലും വാസുകിയുടെ ശരിക്കുള്ള രൂപം അതിഭീമാകാരമായ വലിപ്പമുള്ളതാണ്. അപ്പോൾ വീണ്ടും മഹാവിഷ്ണു ഗരുഡൻ്റെ അടുത്ത് നിന്ന്, ഗരുഡ നീ പോയി വാസുകിയെ കൊണ്ടുവരും, അവൻ ഒരു വേദനയും എടുക്കാതെ നീ കൊക്കിൽ അവനെ കൊണ്ടുവരണമെന്ന് പറയുന്നു. അങ്ങനെ ഗരുഡൻ അവിടെ ചെല്ലുന്നു. ഗരുഡൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും വാസുകി നിലത്ത് കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഗരുഡൻ കാര്യമൊക്കെ പറയുന്നു. വാസുകി പറഞ്ഞു, ശരി ഞാൻ നിൻ്റെ ഇതിൽ കയറിക്കൊള്ളാം, നീ എന്നെയും കൊണ്ടങ്ങ് പറന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ കൊത്തിപ്പിടിച്ച് ഈ വാസുകിയും കൊത്തിപ്പിടിച്ച് ഗരുഡൻ പറന്നു പോകുന്നു. ഈ പൊങ്ങിയിട്ടും വാസുകിയുടെ ബാക്കിയുള്ള ഭാഗം വാല് തറയിലോട്ട് കിടക്കുവാണ്. ഗരുഡൻ ആകെ തളർന്ന് അവശനാവുന്നു. വീണ്ടും ശ്രമിച്ചിട്ട് ഒരു രക്ഷയില്ല. ഗരുഡൻ നേരെ തിരിച്ചു വന്ന് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പറയുന്നു, അല്ലയോ പ്രഭോ, ഞാൻ വിചാരിച്ചാലൊന്നും വാസുകി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ മഹാവിഷ്ണു പരമശിവനെ ഒന്ന് നോക്കുന്നു. പരമശിവൻ വെറുതെ ഒന്ന് കൈ കാണിക്കുന്നു. വാസുകി എങ്ങുന്നോ വളരെ പെട്ടെന്ന് ഭഗവാന്റെ കയ്യിൽ വന്ന് ഒരു ചെറിയ പാമ്പായിട്ട് കയറി കഴുത്തി വന്ന് ഇരിക്കുന്നു. ഈ പുരാണങ്ങളിൽ ഉടനീളം പല സ്ഥലത്തും നമുക്ക് ഒരു മഹാവിഷ്ണുവും മഹാദേവനും തമ്മിലുള്ള ഒരു ഇൻവിസിബിൾ സുപ്രീമസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു ശൈവ വൈഷ്ണവ സംസ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് വന്നു, വാസുകി വന്നു, പർവ്വതമായി. ഇനി കടയാൻ ആൾ വേണം. അങ്ങനെ കടയാൻ ആൾ ഒരു സൈഡിൽ എന്തായാലും ദേവകളുണ്ട്, മറ്റേ സൈഡിൽ അസുരന്മാരുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അസുരന്മാരെ വിളിക്കാനായിട്ട് മഹാവിഷ്ണു തൻ്റെ ആൾക്കാരെ പറഞ്ഞു വിടും. നിങ്ങൾ പോയിട്ട് അസുരന്മാരുടെ അടുത്ത് വരാൻ പറയണമെന്ന് പറയുന്നു. ഇവർ അസുര ലോകത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയുന്നു, നമ്മൾ ഒരിടത്തോട്ടും വരുന്നില്ല, മഹാവിഷ്ണു വിളിക്കുന്ന ഒരു പരിപാടിക്ക് നമ്മൾ വരില്ല, പുള്ളിയെ ആളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് എന്ന് പറയുന്നു. അപ്പോൾ മഹാദേവൻ തിരിച്ചു വന്നിട്ട് ഒരു മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പറയുന്നു, പ്രഭു ഇതുപോലെ അസുരന്മാർ ഇങ്ങനെയാണ് പറയുന്നത്, അവർ വരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ മഹാദേവൻ പറയുന്നു ഭൂതഗണങ്ങളോട്, നിങ്ങൾ പോയി അവരെ വിളിച്ചിട്ട് വരുമെന്ന് പറയുന്നു. അവന് ഭൂതഗണങ്ങൾ ഹര മഹാദേവ എന്ന് പറഞ്ഞു പോകുന്നു. ഈ മഹാദേവൻ പരമശിവനാണ് ശരിക്കും അസുരന്മാരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഗുരു. ഇപ്പോൾ രാവണൻ്റെയൊക്കെ തപസ് ചെയ്ത് രാവണൻ എല്ലാ വരങ്ങളും നേടുന്നത് പരമശിവനിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ പരമശിവൻ്റെ ഭൂതഗണനാഥങ്ങൾ പോയി അസുരന്മാരെ കൊണ്ടുവരുന്നു. അങ്ങനെ പാലാഴ് മദനത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും സെറ്റാവുന്നു. വാസുകി പർവ്വതത്തിന് ചുറ്റും ചുറ്റുന്നു. തലഭാഗം ദേവന്മാർ പിടിക്കുന്നു, വാൽഭാഗം അസുരന്മാർ പിടിക്കുന്നു. അപ്പോൾ അസുരന്മാർക്കൊരു ചെറിയ വിമിഷ്ടം ഉണ്ടാകുന്നു. അതായത് ബലം കുറഞ്ഞ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ് അല്ലെങ്കിൽ രണ്ടാമതായി കൺസിഡർ ചെയ്യുന്ന വാൽഭാഗമാണ് തങ്ങൾക്ക് തന്നത്, അത് പോരാ, നമുക്ക് തലഭാഗം തന്നെ വേണമെന്ന് പറയുന്നു. ശരി, അപ്പോൾ നിങ്ങൾ തലഭാഗത്ത്, മഹാവിഷ്ണു പറഞ്ഞാൽ നിങ്ങൾ തലഭാഗത്ത് വയ്ക്കുള്ളൂ, ദേവന്മാർ വാൽഭാഗത്ത് പോട്ടെ. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു. മഥനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഭീമാകാരമായ കടലിൽ വേവ്സ് ഉണ്ടാകുന്നു, ഭയങ്കര വലിയ വലിയ വേവ്സ് ഉണ്ടാകുന്നു. വലിയ ശബ്ദത്തോടു കൂടി ഈ പാലാഴ് മഥനം നടക്കുന്നു. അങ്ങനെ ഈ മഥനം അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു. ഈ മഥനം നടക്കുന്നതിനിടയിൽ വാസുകി ആകെ ക്ഷീണിക്കുന്നു. വാസുകിയുടെ വായിൽ നിന്നും ഹലാഹലം എന്ന് പറയുന്ന കൊടിയ വിഷം വരുന്നു, അല്ലെങ്കിൽ നമ്മൾ കാളകൂടം എന്നും പറയും. ഈ വിഷം വരുന്നു. ഈ വിഷം ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഭൂമിയാകെ നശിക്കും. അങ്ങനെ മഹാദേവൻ പരമശിവൻ എന്ത് ചെയ്യും, ഈ വിഷത്തിനെ കയ്യിൽ വാങ്ങി കുടിക്കുമ്പോൾ ഈ വിഷം കഴുത്തിൽ നിന്നും താഴോട്ട് പോയി ഭഗവാന് ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് പാർവതീദേവി ഭഗവാന്റെ കഴുത്തിൽ പിടിക്കും. ഇത് പുറത്തു വന്ന് ഭൂമിക്കൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് മഹാവിഷ്ണു ഭഗവാന്റെ വായിലും പിടിക്കും. അങ്ങനെ ഭഗവാന്റെ തൊണ്ടയിലിരുന്ന് അല്ലെങ്കിൽ ഈ ഖണ്ഡത്തിലിരുന്ന് ഈ വിഷം കട്ടിയാവും, നീല നിറമാവും. അങ്ങനെ അന്നു തൊട്ട് ഭഗവാൻ നീലകണ്ഠൻ എന്നുകൂടെ അറിയപ്പെടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മദനം നടക്കുന്നു. ഈ മദനത്തിൽ ഓരോ സാധനങ്ങളായി പൊങ്ങി വരുന്നു. അതായത് ധന്വന്തിരി വരുന്നു, ധന്വന്തിരി അവസാനമാണ് വരുന്നത് അമൃത കുംഭം കൊണ്ട്. പക്ഷേ അതിന് മുമ്പ് പല സാധനങ്ങൾ വരുന്നു. ലക്ഷ്മി ദേവി വരുന്നു. ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ഈ പാലാഴ് മദനം ചെയ്ത് കിട്ടുന്ന ഓരോ സാധനങ്ങളും ഓരോരുത്തരായി സ്വീകരിക്കുന്നു. അവസാനമാണ് ധന്വന്തരി അമൃത കുംഭവുമായി വരുന്നത്. ഈ അമൃത കുംഭവുമായി വരുന്ന ആദ്യം ശ്രദ്ധിക്കുന്നത് അസുരന്മാരാണ്. ഇവർ നേരെയായി അമൃത കുംഭവും തട്ടിപ്പറിച്ചെടുത്തിട്ട് ഓടിപ്പോവും. ദേവന്മാരാകെ
വിഷമിച്ചിരിക്കും. ഇതെന്താണെന്ന്, ഇത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്തിട്ട് അത് കൊണ്ടുപോകല്ലോ എന്ന് പറഞ്ഞിട്ട് മഹാവിഷ്ണു പറഞ്ഞു പരിഹാരം ഉണ്ടാക്കാം. മഹാവിഷ്ണു കംപ്ലീറ്റ് പരിഹാരത്തിൻ്റെ ആളാണ്. ഭഗവാന്റെ നമ്മൾ അവതാരം കൃത്യമായൊന്ന് വായിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പരിഹാരമായിട്ടാണ് ഭഗവാൻ വരുന്നത്. ഇപ്പോൾ ഗീതയിൽ തന്നെ പറയുന്നത് സംഭവാമി യുഗേ യുഗേ എന്നാണല്ലോ. അതായത് എല്ലാ യുഗത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളവിടെ എത്തും എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഭഗവാന്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഭഗവാൻ മോഹിനി വേഷം എടുക്കും. അപ്പോൾ ഈ അസുരന്മാരെല്ലാം കൂടെ ചേർന്ന് ആരാദ്യം കുടിക്കും എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചിങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ദൂരെയായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഈ മോഹിനി വേഷം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു അസുര സ്ത്രീയായിട്ട് വരും. വന്നിട്ട് പറയും, ഞാനൊരു അസുരനായ ഒരു ഭർത്താവിനെ തേടി നടക്കുകയാണ്, ഏറ്റവും നല്ല ക്ഷമയുള്ള ഒരു ഭർത്താവിനെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയും. നിങ്ങൾ ഈ അമൃതിനെ പറ്റി തർക്കിക്കുന്നതൊക്കെ കണ്ടായിരുന്നു ഞാൻ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ഞാൻ ആ തർക്കം പരിഹരിച്ച് തരാമെന്ന് പറയുന്നു. ഈ പുള്ളിക്കാരുടെ സൗന്ദര്യത്തിൽ ഈ അസുരന്മാരെല്ലാം അങ്ങ് വീണു. അങ്ങനെ ഈ മോഹിനി പറയും, നിങ്ങളെല്ലാവരും കണ്ണടച്ച് ഇരിക്കണം, അപ്പോൾ ഞാൻ എല്ലാവരുടെയും കൈക്കുമ്പിളിലേക്ക് ഈ അമൃത് ഒഴിച്ചു തരാം എന്ന് പറയുന്നു. അങ്ങനെ അമൃത് കുംഭം വാങ്ങി മഹാവിഷ്ണു ആ വഴിക്ക് പോകും. കണ്ണുടച്ചിരുന്ന അസുരന്മാർക്ക് ഇത് നഷ്ടപ്പെടുകയും ചെയ്യും. ഈ അമൃത് കുംഭം നഷ്ടപ്പെടുകയും പിന്നീട് അവർ പറ്റിക്കപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഈ അമൃത് കുംഭവും കൊണ്ട് മഹാവിഷ്ണു ദേവന്മാർക്ക് കൊടുക്കുന്നു. ദേവന്മാർ അമൃത് കുംഭം കുടിക്കുന്നു. ദുർവാസ മഹർഷിയുടെ ശാപം മാറുന്നു. ഈ പാലാഴി കടയുന്ന സമയത്താണ് ഉച്ചശ്രവസ് എന്ന് പറയുന്ന കുതിരയും വരുന്നത്. ഈ ഉച്ചശ്രവസിൻ്റെ വാലിൽ ഒരു കറുത്ത പൊട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാണ് കദ്രുവും കശ്യപ മഹർഷിയുടെ ഭാര്യമാരായ കദ്രുവും വിനീതയും പന്തയം വയ്ക്കുന്നതും പന്തയം വിനീത തോക്കുന്നതും പിന്നീട് വിനീതയുടെ മകനായ ഗരുഡൻ നാഗന്മാരുടെ ദാസനായി മാറുന്നതുമൊക്കെ. അത് ഞാൻ കഥയെല്ലാം അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞു, ഉച്ചശ്രവസിൻ്റെ കുതിരയുടെ ഒറിജിനെ പറ്റിയുള്ളൊരു കഥ പറഞ്ഞു. അപ്പോൾ ശൗന മഹർഷികൾക്ക് വീണ്ടും ഒരു സംശയമായി. ശരി, ഉച്ചശ്രവസിൻ്റെ കഥ അങ്ങനെ പറഞ്ഞതിരിക്കട്ടെ, നമ്മൾ ഈ പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകനാണല്ലോ കടിച്ച് മരിച്ച. തക്ഷകൻ എന്ന് പറയുന്ന ഒരു പാമ്പാണല്ലോ പരീക്ഷിത് മഹാരാജാവിനെ കടിച്ച് പരീക്ഷിത് മഹാരാജാവ് മരണപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിലുള്ള ജനമേജയൻ സർപ്പസത്രം നടത്തുകയും സർപ്പങ്ങളുടെ ഒരു ആത്മാഹൂതി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയൊക്കെ ചെയ്തത്. എന്താണ് അതിൻ്റെ കഥ? ശരിക്കും പരീക്ഷിത് മഹാരാജാവ് നല്ലൊരു മഹാരാജാവായിരുന്നോ എന്ന് ഉള്ളൊരു ചോദ്യം ആര് ചോദിക്കുന്നു? ഈ ശൗനക മഹർഷികൾ ചോദിക്കുന്നു. അപ്പോൾ ഉഗ്രശ്രവസ് പറയുന്നു, ശരിയാണ്, നമുക്ക് പരീക്ഷത്തിൻ്റെ കഥയിലേക്ക് പോകാം. കാരണം മഹാഭാരതം ഏതാണ്ടൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ്, അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ട്രാക്കിൽ പോകുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ സർപ്പസത്രവും പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥയും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം എന്ന് പറയുന്നു. അപ്പോൾ നമ്മളും പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യും. എല്ലാ ആഴ്ചയും ഇനി തൊട്ട് മഹാഭാരതത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്കായി ഉറപ്പായിട്ടും വന്നിട്ടുണ്ടായിരിക്കും. വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂട്യൂബിലെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും.